ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദീസ് ആർ മെഡിക്കൽ ഗ്രേഡ് ബയോ മാഗ്നറ്റിക് പ്രൊഡക്ട്സ്. നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ എന്താണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാന്തമാണ്. നമുക്ക് കാന്തം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കറുത്ത കാന്തം അല്ലെ, നമുക്കൊക്കെ അറിയാം ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ നമ്മളുടെ ഈ ഒരു കാന്തം എന്ന് പറയുന്നത് ഓൺലി മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇത് 100% പ്രകൃതിദത്തമാണ്. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബയോ മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ്, സെക്കൻഡ് ബയോ മാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ്, സെക്കൻഡ് ബയോ മാഗ്നറ്റിക് മാട്രസ് പാഡ്, പില്ലോ പാഡ്. ഈ 4 പ്രോഡക്റ്റുകളാണ് നമ്മളുടെ ഈ ഒരു ചികിത്സാ രീതിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു ഇത് 100% പ്രകൃതിദത്തമാണെന്ന് പറഞ്ഞു. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നിയോഡിയേമിയ എന്ന് പറയുന്ന ജൈവ കാന്തമാണ്, ബയോ മാഗ്നറ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിലെ ഈ ഒരു ചികിത്സാ രീതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഭൂമിക്കടിയിൽ നിന്നും മൈൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതായത് ശരിക്ക് 700-800 അടി താഴ്ചയിൽ നിന്നും കുഴിച്ചെടുത്തൊരു കല്ല് പോലുള്ളതിനെ പൗഡർ ഫോമിലാക്കി നിക്കൽ കോട്ട് ചെയ്തിട്ട് നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റുകളിലെല്ലാം തന്നെ ഈ ഒരു മാഗ്നറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ക്രമപ്പെടുത്തുകയും ഒപ്പം ഓക്സിജന്റെ അളവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതായത് ഒന്നുകൂടെ കറക്റ്റായിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ഒരു 99% അസുഖങ്ങളുടെയും പ്രധാന കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഓക്സിജൻ ലെവൽ. അപ്പൊ ഇതിനെ കറക്റ്റ് ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ചികിത്സാ രീതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു ചികിത്സാ രീതി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്, മെഡിസിനുള്ളിലേക്ക് കഴിക്കണോ അല്ലെങ്കിൽ എന്താണ് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലേ. പക്ഷെ നമ്മളുടെ ഈ ഒരു ചികിത്സാ രീതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒന്നും ഇൻടേക്ക് ഇല്ല, ഉള്ളി എക്സ്റ്റേണൽ യൂസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് സയന്റിഫിക്കലി മെഡിക്കലി പ്രൂവ്ഡ് ആണ്. ജപ്പാൻ, ചൈന, അല്ലെങ്കിൽ കൊറിയ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി, ഈജിപ്ത്, അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഒരു 6000 വർഷം പഴക്കമുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ് മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. ഇത് നമ്മെ ബാധിക്കാവുന്ന ഒരു 220-ലധികം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനവും പരിരക്ഷയുമാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ക്യൂർ ചെയ്യാനും, അതുപോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലെ. നമുക്ക് അസുഖം വന്നിട്ടല്ല നമ്മൾ ചികിത്സിക്കുന്നത്, അസുഖം വരാതെ നമ്മളെ തടയാനും ഒക്കെ തന്നെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് പണ്ടുള്ളതിനെ കഴിഞ്ഞൊക്കെ നമുക്ക് കൂടുതലാണ് അല്ലെ. കാരണം എന്താണ്, നമ്മുടെയൊക്കെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് കൂടാനൊരു പ്രധാന കാരണം. അപ്പൊ നമുക്കറിയാം ഏറിപ്പോയാൽ നമുക്കൊരു 8-10 എണ്ണം ജീവിതശൈലി രോഗങ്ങൾ നമുക്കറിയാവുള്ളൂ. പക്ഷെ 220-ലധികം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് കണക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതൊന്നും എല്ലാത്തിനെ പറ്റി നമുക്ക് കൂടുതലായിട്ടുള്ള അറിവുകളില്ല. ഓക്കെ, ഇനി നമുക്ക് 5 ബേസിക് നീഡ്സ്, ഒരു മനുഷ്യന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു 5 ഘടകങ്ങൾ ആണ്. ശുദ്ധമായ വായു വേണം അല്ലെ. നമുക്കറിയാം നമ്മുടെ മൂക്കും വായു ഒക്കെ പൊത്തിപ്പിടിച്ച് നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റുമോ, ഇല്ല. നമുക്ക് എന്ത് വേണം, അതുകൊണ്ട് തന്നെ നമുക്ക് ശ്വസിക്കാനായിട്ടുള്ള ഓക്സിജൻ കിട്ടണം. പക്ഷെ അത് ശുദ്ധമായിട്ടുള്ളതായിരിക്കണം. ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം, നമുക്ക് ഇന്ന് ശുദ്ധമായ ഇത് കിട്ടുന്നുണ്ടോ അല്ലെ. മൊത്തം എയർ പൊല്യൂട്ടഡ് ആണ്, നമുക്ക് ശുദ്ധമായ വായു കിട്ടാനില്ല. അതുപോലെ നല്ല ജലം, നല്ല കുടിവെള്ളം നമുക്ക് കുടിക്കാൻ കിട്ടാനില്ല. നല്ല ഫുഡ് നമുക്കറിയാം അല്ലെ, ഇതൊക്കെ മാരകമായിട്ടുള്ള ടോക്സിൻസ് അടങ്ങിയ അല്ലെ, മാരകമായിട്ടുള്ള വിഷം തെളിച്ച് പച്ചക്കറികളായിക്കോട്ടെ, എന്ത് മീറ്റ് ഫിഷ് എന്തെടുത്തോ ഇതിനകത്തൊക്കെ വിഷാംശമുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടാനില്ല. അതുപോലെ സൺലൈറ്റ് അല്ലെ, നമുക്ക് എന്താണ്, നമ്മൾ ഇന്നിപ്പം സൺലൈറ്റ് പോലും നമുക്ക് കൊള്ളാൻ താല്പര്യമില്ല. ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞാൽ പോലും നമുക്ക് എന്താണ്, ഒരു കുറച്ചു നേരമൊക്കെ നമ്മൾ നമ്മുടെയൊക്കെ മടി കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സൺലൈറ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. പക്ഷെ ഈ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയെങ്കിലേ ഉള്ളൂ നമുക്ക് ബ്ലെസ്ഡ് ആയിട്ട് ദൈവം ഇന്ന് ഭൂമിയിൽ എന്താ പറയണ്ടേ, ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡി തന്നെ, മനുഷ്യ ശരീരമാണ്. പക്ഷെ അത് നമ്മൾ എത്രത്തോളം കാത്ത് പരിപാലിക്കുന്നുണ്ടെന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താണ്, ഇത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ ചിലപ്പോൾ ജീവൻ കിടക്കുന്നുണ്ട്. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ അല്ലെ, ഇത് കറക്റ്റായിട്ടുള്ള വേയിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു രോഗമില്ലാത്തൊരവസ്ഥ നമുക്ക് മനുഷ്യരിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിനെ കഴിഞ്ഞൊക്കെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ്, ഒരു കാര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. എങ്കിൽ പോലും നമ്മളൊക്കെ ഇത് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എർത്ത് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്, ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. ഇതും കൂടെ ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യ ശരീരം കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ടും അല്ലെ കറക്റ്റായിട്ട് ഇന്ന് എന്താ പറയുക ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ
ഇന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാനായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു എർത്ത് മാഗ്നറ്റിക് ഫോഴ്സ് ഇന്ന് നമ്മളിലേക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫീച്ചറിലേക്ക് നോക്കിയേ, പാദരക്ഷകളാണ് ലോകത്തിലെ ഏറ്റവും അപകടകരമായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. അത് കേരള കൗമുദിയിൽ വന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അതിനകത്ത് പ്രൊഫസർ വിവേകാനന്ദൻ പറയുന്നത്, നമ്മളുടെ മനുഷ്യ ചർമ്മം പാദവുമായിട്ട് സമ്പർക്കമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയും ആരോഗ്യ പ്രശ്നങ്ങൾ, അത് നമുക്ക് പലതരം വേദനകൾ വരാം, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അങ്ങനെ ഒത്തിരി ഇഷ്യൂസുകൾ വരാമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അതായത് ശരിക്കും മയക്കുമരുന്നോ മദ്യമോ ഇതൊന്നുമല്ല അപകടകരമായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ചപ്പൽ. എന്ന് തൊട്ട് നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയുടെ ഇൻബാലൻസിങ് തുടങ്ങി എന്നുള്ളതാണ്. ഇതൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾക്ക് എന്താണ്, നമ്മളായിട്ട് തന്നെ നമ്മുടെ തോന്നിവാസം എന്ന് പറയാം അല്ലെ, നമ്മൾ ഇതൊക്കെ തന്നെ ശരിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ താളം തട്ടാനായിട്ട് തുടങ്ങിയത്. അതായത് നമുക്ക് നമ്മുടെ മനുഷ്യ ചർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുമായിട്ട് സമ്പർക്കം ഉണ്ടാകണം. നമുക്ക് ഇതൊക്കെ എന്താണ്, ഭൂമാതാവ് അല്ലെ ഭൂമി ദേവി, നമ്മളൊക്കെ ശരിക്കും ദേവിയായിട്ട് കാണുകയാണ് എർത്തിനെ. പക്ഷെ അതൊക്കെ ദൈവം നമുക്ക് ആപ്റ്റായിട്ട് തന്നു അല്ലെ, ദൈവം തമ്പുരാൻ നമുക്ക് ഇതെല്ലാം തന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളിതൊക്കെ നമ്മുടെ തോന്നി വഴി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചപ്പോഴാണ് നമ്മളൊക്കെ രോഗികളായി മാറിയത്. പക്ഷെ നമ്മളുടെ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് പ്രോഡക്റ്റിലേക്ക് ഞാൻ വരികയാണ്. നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ബയോ മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ്. ഓക്കെ, ഇത് ഹൈ നോർമൽ BP ഉള്ളവർ വലത്തെ കൈത്തണ്ടയിലും ലോ BP ഉള്ളവർ നമ്മുടെ ഇടത് കൈത്തണ്ടയിലുമാണ് ബ്രേസ്ലെറ്റ് ധരിക്കേണ്ടത്. നമ്മുടെ സെക്കൻഡ് പ്രഷർ പോയിന്റ് ആയിട്ടുള്ള കൈത്തണ്ടയിലാണ് നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഇത് എന്താ പറയണ്ടേ, റിസ്റ്റ് ബാൻഡ് എന്നും അറിയപ്പെടും, ഇത് നമ്മൾ ധരിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്, കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഈ കോശങ്ങൾ കൂടി ചേരുമ്പോഴാണ് അല്ലെ സെല്ലുകൾ, അല്ലെങ്കിൽ സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പം ഈ ടിഷ്യൂസുകളൊക്കെ കൂടി ചേർന്നുമ്പോൾ നമുക്ക് ഒരു ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അവയവങ്ങൾ കൂടി ചേർന്നാണ് നമ്മുടെ ശരീരത്തിലെ ഓർഗൻ സിസ്റ്റം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ കോശങ്ങൾ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ അവയവങ്ങൾ ഹെൽത്തി ആവുന്നു. അന്ന് പിന്നെ എന്താണ്, നമ്മളൊക്കെ നമ്മളെ അവയവങ്ങൾ ഹെൽത്തി ആവുന്നു, കോശങ്ങൾ ഹെൽത്തി ആവുന്നു. പക്ഷെ എന്നാൽ കോശങ്ങൾ ഹെൽത്തി അല്ല, ഡിസോർഡർ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അവയവങ്ങളും ഡിസോർഡറിലാവുന്നു, നമ്മളൊക്കെ രോഗികളായിട്ട് മാറുകയാണ്. ഇപ്പൊ ഞാൻ നമ്മുടെ ബേസിക് നീഡ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, വാട്ടർ, ഫുഡ്, ഓക്സിജൻ, സൺലൈറ്റ്, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഒക്കെ പറഞ്ഞു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ശ്വസിക്കുന്ന ഓക്സിജനും എല്ലാം നമ്മുടെ അവയവങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിച്ചെങ്കിൽ മാത്രമേ അവയവങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പൊ ഇവയെ കറക്റ്റായിട്ട് നമ്മുടെ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന ആരാണ്, ബ്ലഡ് ആണ് അല്ലെ. ബ്ലഡിൽ 2 ടൈപ്പ് സെൽസുകളാണ് കാണപ്പെടുന്നത്, RBCയും WBCയും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. വെളുത്ത രക്താണുക്കളും ചുവന്ന രക്താണുക്കളും. ചുവന്ന രക്താണുക്കളാണ് നമുക്ക് വേണ്ടത് ഓക്സിജൻ അല്ലെ ന്യൂട്രിയൻസ് എല്ലാം അവയവങ്ങളിൽ എത്തിക്കുന്നത്. വെളുത്ത രക്താണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ വരുന്നു, ചുവന്ന രക്താണുക്കൾ നമ്മൾ ഓക്സിജനൊക്കെ തന്നെ നമ്മുടെ എല്ലായിടത്തേക്ക് എത്തിക്കുന്നു. പക്ഷെ ഇത് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇതെല്ലാം അവതാളത്തിലാകുകയാണ്. അപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക എന്നതാണ് നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ഈ ഒരു ചികിത്സാ രീതിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത്. രക്തയോട്ടം കറക്റ്റ് ചെയ്യുന്നു, ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു മെഡിസിനോ അല്ലെ ഒരു രോഗത്തിനുള്ള മെഡിസിനോ ഒന്നുമല്ല. ഓക്കെ, ഇനി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് നടക്കാത്തത് എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് രക്തക്കുഴലിൽ ബ്ലോക്കേജ് ഉള്ളപ്പോൾ, നമുക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത്, നമുക്ക് ഏജ് കൂടുന്ന സമയത്ത്, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്ന സമയത്ത്, നമുക്ക് ഒബിസിറ്റി പൊണ്ണത്തടി ഉള്ളപ്പോൾ, HB കൂടുക കുറയുക, ഈ ഒരു അവസ്ഥയിലുള്ള സമയത്ത്, നമ്മൾ സ്ട്രെസ് അല്ലെ, നമുക്ക് മനുഷ്യനൊക്കെ സ്ട്രെസ്, പലതരത്തിലുള്ള സ്ട്രെസ് അനുഭവിക്കാം. ഈ സമയങ്ങളിലൊന്നും നമുക്ക് എന്ത് നടക്കുന്നില്ല, രക്തയോട്ടം കറക്റ്റ് ആവുന്നില്ല, ബ്ലഡ് കൗണ്ട് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ, നമുക്ക് റേഡിയേഷനിൽ ഇരിക്കുമ്പോൾ, ഈ സമയങ്ങളിലൊന്നും തന്നെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല. ഓക്കെ, ഇനി ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി എങ്ങനെയാണ് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം ചുവന്ന രക്താണുക്കളിലാണ് എന്തുള്ളത്, അയൺ കണ്ടന്റ് ഉള്ളത്. നമ്മൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അയൺ കണ്ടന്റുമായിട്ട് പ്രവർത്തിച്ച് ചുവന്ന രക്താണുക്കളെ പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുകയും തൽഫലമായിട്ട് ബ്ലഡ് ഈസി ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും സെപ്പറേറ്റ് ആകുന്ന സമയത്ത് ബ്ലഡിന്റെ വിസ്കോസിറ്റി കനം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ബ്ലഡ് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ നല്ലതുപോലെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുന്നതാണ് ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം
നമുക്കറിയാം രക്തചംക്രമണം ക്രമപ്പെടുത്തുന്നു, ഓക്സിജൻ ലെവൽ മെച്ചപ്പെടുത്തുന്നു, ഹൃദയാഘാതത്തിന് കാരണമാകുന്ന രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, ഓക്സിജനും പോഷകങ്ങളും മുറിവുകളിലെത്താൻ നമ്മളെ സഹായിക്കുന്നു, ബ്ലഡ് പ്രഷർ കറക്റ്റ് ചെയ്യുന്നു. എല്ലാത്തരം വേദനകൾക്കും ഒരു നാച്ചുറൽ പെർമനന്റ് പെയിൻ കില്ലർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് മാരകമായ റേഡിയേഷനിൽ നിന്ന് പോലും നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ എനർജി പാഡാണ്. നമ്മളെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വെള്ളത്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ഇന്ന് കുടിക്കുന്ന വെള്ളം എന്താണ് അതിന്റെ മോളിക്യൂൾസ്, അതിന്റെ തന്മാത്ര എന്ന് പറഞ്ഞാൽ 15 to 17 ആണ്. അത് കോശങ്ങൾ അബ്സോർബ് ചെയ്യുന്നില്ല. പകരം നമ്മുടെ വീട്ടിലെ പച്ചവെള്ളം എടുക്കുക, ഒരു ചില്ല് കുപ്പിക്കകത്ത് നമ്മുടെ വെള്ളം നിറച്ചു വെക്കുക, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇത് റാപ്പ് ചെയ്ത് വെക്കുക. ഇത് പൊതിഞ്ഞ് വെച്ച് കഴിയുമ്പോൾ നമുക്കത് എന്തായിട്ട് മാറുന്നു? അത് മാഗ്നറ്റൈസ്ഡ് വാട്ടർ ആയിട്ട് മാറുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്ന് കുടിക്കുന്ന സാധാരണ വെള്ളം എന്ന് പറഞ്ഞാൽ, അതായത് റെഗുലർ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്യൂൾസ് 15 to 17 അത് കോശങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇത് റാപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് 5 to 7ലേക്ക് മാറും. ഇതിന്റെ കണികൾ ഇടിക്കുന്നു, തൽഫലമായിട്ട് എന്താണ് അത് 5 to 7ലേക്ക് മാറുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ വെള്ളത്തിന്റെ കട്ടി കുറയ്ക്കുകയാണ് അല്ലെ. നമ്മൾ പണ്ട് കാലത്തെ കിണറ്റിൽ നിന്നൊക്കെ കോരി കുടിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. എന്താണ് അത്? ഭൂമിയുമായിട്ട് നേരിട്ട് ബന്ധമാണ്, അതിന് ഒരു കാന്തിക എനർജി ഉണ്ട്, ആ ഒരു കാന്തിക ജലമാണ് ആ വെള്ളം. പക്ഷേ ഇന്ന് നമുക്ക് അതിന് സാധിക്കുന്നില്ല അല്ലെ. നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ മാറി, സാഹചര്യങ്ങൾ മാറി, അത് നമുക്കതൊന്നും നടക്കത്തില്ല. നമുക്കൊന്നും ഇനി പഴമയിലേക്കൊന്നും പോകാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മളുടെ ഈ ഒരു വെള്ളം ഇങ്ങനെ റാപ്പ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന്റെ കട്ടി കുറയ്ക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു? കോശഭിത്തികളിലേക്ക് തുളച്ചു കയറാനും അത് വഹിക്കുന്ന പോഷകങ്ങൾ ശരീരത്തിലേക്ക് മൊത്തം വിതരണം ചെയ്യാനായിട്ടൊക്കെ നമ്മളുടെ ഈ ഒരു വെള്ളം, മാഗ്നറ്റൈസ്ഡ് വാട്ടർ, നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം അത് കറക്റ്റ് ചെയ്യാനും ശരീരം ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ടും ഒക്കെ നമ്മുടെ ഈ ഒരു വെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ബോഡി അസിഡിറ്റി കുറയ്ക്കാനും കൂടുതൽ ആൽക്കലൈൻ pH വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ നമ്മളുടെ ഈ ഒരു വെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. നമ്മൾ കഴിക്കുന്ന മെഡിസിനിൽ കൂടി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലേ, ഫുഡൊക്കെ ആണെങ്കിലും നമ്മൾ വിഷാംശമാണ്. അതുപോലെ നമ്മുടെ ആഹാര രീതി കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ബോഡി ഫുൾ ആസിഡിക് ആണ്. അപ്പൊ ഈ ഒരു ആസിഡിക് ബോഡിയിലാണ് ക്യാൻസർ സെല്ലുകൾ പോലും വളരുന്നത്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ ക്യാൻസർ സെല്ലുകളെ പോലും അതിജീവിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു കാന്തി ജലത്തിന് പവർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിരവധി റിസൾട്ടുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ദഹനനാടി, മൂത്രാശയ വ്യവസ്ഥകളിൽ ചികിത്സയ്ക്ക് ഫലമുണ്ട്. എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നു, അതിനൊക്കെ തന്നെ ഈ ഒരു വെള്ളം, അതായത് WHO കണക്കനുസരിച്ച് 20-25 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തി 1 ലിറ്റർ വെള്ളം കുടിക്കണം അല്ലെ. നമുക്ക് പൊതുവേ വെള്ളം കുടിക്കാൻ മടിയാണ് അല്ലെ. കാരണം നമ്മൾ ദാഹം തോന്നുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയൊക്കെ മാറ്റിയിട്ട് അവനവന്റെ ബോഡി വെയിറ്റ് എത്രയാണോ അത്രയും വെള്ളം നമ്മൾ പ്രോപ്പറായിട്ട് വെളിയിൽ നിന്ന് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇന്റേണൽ ഓർഗൻസ് ഒരു 80ഓളം അല്ലെ, 78 ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ 2 അവയവങ്ങളോട് കണ്ടുപിടിച്ച ഒരു 80 അല്ലെ 80ഓളം അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ അവയവങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ പുറമേ നിന്ന് പ്രോപ്പറായിട്ടുള്ള വെള്ളം കൊടുത്തേ മതിയാവും. കാരണം എന്താണ്? നമ്മൾ വെള്ളം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്റേണൽ ഓർഗൻസിന് ഫങ്ഷൻസ് കറക്റ്റായിട്ട് നടക്കണം അല്ലെ. അതിന് വെള്ളം കൂടിയേ മതിയാവും. നമ്മൾ വെള്ളം പുറമേ നിന്ന് കൊടുത്തില്ല എങ്കിൽ ഈ ബോഡി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടമെടുക്കും അല്ലെ. കടമെടുത്ത് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ കൊടുക്കാതിരുന്നു കഴിയുമ്പോൾ ബോഡി നിർജ്ജലീകരണത്തിന് ഭാഗമാവുന്നു. അപ്പൊ നിർജ്ജലീകരണത്തിന് വിധേയമായി കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ബോഡിയിൽ അവിടെ ഇവിടെ ഇൻഫ്ലമേഷൻസ്, അവിടെ ഇവിടെ തരിപ്പ്, വേദനകൾ, മസിൽ കയറുക, കൊച്ചി പിടിക്കുക, എന്തിന് ഒരു തലവേദന പോലും നമ്മളുടെ ശരീരത്തിൽ നമുക്ക് തോന്നുന്ന ഒരു ഡീഹൈഡ്രേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ ഒരു എന്താ പറയണ്ടേ മനുഷ്യ ശരീരം കാറ്റ് പരിപാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കൊടുത്തെങ്കിൽ, നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മുടെ തലവേദനയൊക്കെ പമ്പ് എടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പരിശോധിച്ച് നോക്കുക അല്ലെ. നമ്മളിതൊക്കെ അനുഭവിച്ചറിയുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസ്ഡ് വാട്ടർ, ഇന്ന് ലേഡീസിനുണ്ടാകുന്ന ആർത്തവിരാമ അസ്വസ്ഥത, മെനോപോസും, ഇതിനൊക്കെ ഹെവി റിസൾട്ടാണ്. അതായത് യൂട്രസ് സംബന്ധമായിട്ടുള്ള പലതരം എന്താണ് രോഗങ്ങൾക്കൊക്കെ തന്നെ ഇത് ഹെവി റിസൾട്ടാണ്. ഈ പറയുന്ന ഞാൻ പോലും ഇത് എന്താണ് ധൈര്യമായിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാൻ ഒരു കാര്യം, ഞങ്ങൾക്കും ഈ വീട്ടിൽ കിട്ടിയ ഏതൊരു PCOD പ്രോബ്ലംസിനൊക്കെ ഹെവി റിസൾട്ടാണ്. അതായത് നമ്മുടെ വീട്ടിലെ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് ഇതിനൊക്കെ റിസൾട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് ഞങ്ങളുടെയൊക്കെ അനുഭവ സാക്ഷ്യം തന്നെയാണ്. ഇന്ന് പുതുതായിട്ട് ആരെങ്കിലും
ആരെങ്കിലും ഈ ഒരു സൂമിലുണ്ടെങ്കിൽ അവരിലേക്ക് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അതുപോലെ മൂത്രത്തിലെ കല്ലുകൾ, വൃക്കയിലെ കല്ലുകളൊക്കെ നീക്കം ചെയ്യാനും ഒക്കെ തന്നെ നമ്മളുടെ ഈ ഒരു തെറാപ്പിയിലൂടെ സാധ്യമാകുന്നു. നല്ല ശരീരത്തിലേക്ക് നല്ലൊരു എനർജി പകരാൻ, ബാക്ടീരിയയെ കൺട്രോൾ ചെയ്യാൻ, തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ, അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ ഒക്കെ പുറന്തള്ളാനായിട്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒത്തിരി വിഷാംശങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇതിനെയൊക്കെ പുറത്തേക്ക് കളയാനായിട്ട് നമ്മൾ യാതൊരുവിധ സംവിധാനവും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ നമ്മളുടെ ഈ ഒരു വെള്ളം ഒരു ക്ലെൻസിങ് നമ്മുടെ ബോഡി നടത്തുകയാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെയൊക്കെ യൂറിനിലൂടെയും സ്വെറ്റിലൂടെയും മോഷനിലൂടെയും ഒക്കെ പുറത്തേക്ക് കളയാനായിട്ട് നമ്മളുടെ ഈ ഒരു മാഗ്നറ്റൈസർ വാട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഒത്തിരി ഒത്തിരി ഗുണങ്ങളാണ് കേട്ടോ. വെള്ളത്തിന്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? നമ്മളുടെ ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കേണ്ടതിന് പ്രത്യേകതയുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ ചൂട് കാപ്പി നമ്മൾ എങ്ങനെ കുടിക്കുന്നു അതുപോലെ തന്നെ സിപ്പ് സിപ്പായിട്ട് പതിയെ പതിയെ നമ്മൾ കുടിക്കുക. അപ്പോഴാണ് നമ്മളുടെ എല്ലാ ഓർഗൻസിലേക്കും വേണ്ടുന്ന രീതിയിലേക്ക് ഇത് അബ്സോർബ് ചെയ്യാനായിട്ട്, സെല്ലുകൾക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ നിന്നുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലാഡറിൽ ചെല്ലുന്നത് യൂറിനായിട്ട് പുറന്തള്ളും. പക്ഷെ നമ്മുടെ എല്ലാ ഓർഗൻസിലേക്കും ഇത് സെല്ലുകൾ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇരുന്നു കൊണ്ട് നമ്മൾ പതിയെ സിപ്പ് സിപ്പായിട്ട് നമ്മൾ വെള്ളം കുടിച്ചു നോക്കിക്കുക. നമുക്ക് ഇത് ഹെവി റിസൾട്ടുകളാണ് നമുക്ക് ഈ ഒരു വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 50% റിസൾട്ട് നമുക്ക് ഈ ഒരു വെള്ളം കുടിക്കുന്നതിൽ കൂടി തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റ് ആണ് മാട്രസ് പാഡ്. നമ്മൾ എവിടെയാണോ കിടക്കുന്നത് നമ്മൾ അവിടെ വിരിക്കുക. അതിന്റെ മുകളിൽ ഒരു നൈസ് കോട്ടൺ ബെഡ്ഷീറ്റ് വിരിക്കുക. കാരണം നമ്മുടെ പ്രോഡക്റ്റുകളൊന്നും വാഷ് ചെയ്യാനോ ഒത്തിരി ചൂടത്തൊന്നും ഇട്ട് ഉണക്കാനൊന്നും പാടില്ല. ലൈറ്റ് ആയിട്ടുള്ള വെയിൽ കൊള്ളിക്കുക. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മൾ ഇതിങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീപ്പ് സ്ലീപ്പാണ്. നമ്മളുടെ മാട്രസിൽ കിടക്കുന്ന സമയത്ത് നമ്മളിത് കിടക്കുകയാണെങ്കിൽ അല്ലെ, ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ധാരാളം ഉറങ്ങണമെന്ന് നമ്മളോട് പറയാറുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് പ്രോപ്പറായിട്ട് ഉറക്കം നമുക്ക് കിട്ടാറില്ല. എന്താണ്, നമ്മുടെ ജീവിത രീതി മാറിയത് തന്നെയാണ് അതിനൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ ഈ ഒരു മാട്രസിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് തല മുതൽ പാദം വരെ, ഉച്ച മുതൽ ഉള്ളംകാല് വരെയുള്ള സെല്ലുകളെ ഓർഡറിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. തൽഫലമായിട്ട് നമുക്ക് എന്താണ്, നല്ലൊരു ഡീപ്പ് സ്ലീപ്പ്, അതായത് നമ്മുടെ ബോഡിയെ ഒരു റിപ്പയറിങ് സംവിധാനമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമ്മളുടെ ഈ ഒരു മാട്രസ് പാഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇന്നാഡിക്വേറ്റ് സ്ലീപ്പ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഫാറ്റി ലിവർ ഡിസീസ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടിയില്ല എങ്കിൽ എന്തായിട്ട് മാറുന്നു? അത് ഫാറ്റി ലിവറിലേക്ക് എന്ന് പറയുന്ന അസുഖത്തിലേക്ക് മാറുകയാണ്. കുറച്ചു കാലം മുമ്പ് വരെ ഫാറ്റി ലിവർ ഒക്കെ കണ്ടിരുന്നല്ലേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മദ്യപിക്കുന്ന ആൾക്കാരിലായിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതിയൊക്കെ മാറി. ഇപ്പൊ ഇന്ന് ലേഡീസിലും ഈ ഫാറ്റി ലിവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ലേഡീസിന് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കമില്ല. നമ്മൾ എന്താണ്, എത്ര ലേറ്റ് നൈറ്റ് ആയിട്ട് കിടന്നാലും ലേഡീസിനെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യണം, ഏർലി മോർണിംഗ് എഴുന്നേക്കണം അല്ലെ, ജോലികളും അല്ലെ, കിച്ചണിലെ ജോലിയുണ്ട്, പല 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 ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ. ഒരു ഹൗസ് വൈഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളുടെ ഈ ഒരു മാട്രസ് പാഡ് എത്ര മണിക്കൂറാണോ, നമുക്കൊരു 3 മണിക്കൂറേ ഉള്ളൂ കിടക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മളെ നയിക്കാനായിട്ട് നമ്മളെ ഈ ഒരു മാട്രസ് പാഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മളുടെ ഈ ഒരു മാട്രസ് പാഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലുകളെ ഓർഡറിലാക്കുന്നു. ഇതിനോടൊപ്പം നമുക്ക് രക്തയോട്ടം കറക്റ്റ് ചെയ്യുന്നു, നല്ല ഉറക്കം കിട്ടുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു നാച്ചുറൽ പെർമനന്റ് പെയിൻ കില്ലറായിട്ട് നമുക്ക് ഇത് വർത്തിക്കുന്നു. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നു, എനർജി ലെവൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എന്താ പറയണ്ടേ, നമുക്ക് നല്ലൊരു ഉറക്കം പ്രദാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ രാവിലെ നമുക്ക് എഴുന്നേൽക്കും നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് ഉറക്കം ഉണരാനായിട്ട് സഹായിക്കുന്നു. ഇനി മൂന്നാമത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പില്ലോ പാഡാണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന എന്താണ്, നമ്മുടെ ബ്രെയിൻ ആണ്, തലച്ചോറാണ്. അപ്പം തലച്ചോറിലേക്കുള്ള ഞരമ്പുകളിലുള്ള എന്താ പറയണ്ടേ രക്തയോട്ടം കറക്റ്റ് ചെയ്യുന്നു, തലച്ചോറിലേക്കുള്ള ഓക്സിജൻ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു പില്ലോ പാഡ് നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മൈഗ്രെയിൻ, കഴുത്തുവേദന, കൂർക്കം വലി എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് ആശ്വാസം ലഭിക്കുന്നു. രാവിലെ ഊർജ്ജസ്വലതയോടെ നമുക്ക് ഉറക്കം ഉണരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. തലച്ചോറിലെ രക്തക്കുള്ളിലുള്ള തടസ്സങ്ങളെ, ബ്ലോക്കേജുകളെയൊക്കെ മാറ്റുകയാണ്. നമുക്കറിയാം അല്ലെ, തലച്ചോറിന്റെ ഞരമ്പുകൾക്ക് ഒരു ബ്ലോക്കേജ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സ്ട്രോക്ക് ഒക്കെ വരുന്നത് അല്ലെ. അതുപോലെ ഹേർട്ടിന്റെ ഞരമ്പുകൾക്കൊക്കെ ബ്ലോക്കേജ് ഉണ്ടാകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ ഈ ഒരു പില്ലോ പാഡ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു റിസ്റ്റ് ബാൻഡ് കയ്യിൽ ധരിച്ചുകൊണ്ട് എന്താണ്, പെട്ടെന്നുള്ള കുഴഞ്ഞു വീണു മരണത്തിൽ നിന്ന് പോലും നമ്മളെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അതായത്
നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഓറെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് വേണം? മാഗ്നറ്റിക് ഫീൽഡ് വേണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് ബ്ലോക്ക് ചെയ്ത് വെച്ചു. പക്ഷെ ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി നമ്മുടെ ഹ്യൂമൻ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ മുമ്പിൽ ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുകയാണെങ്കിൽ അവിടെ കയ്യിലേക്ക് നമ്മുടെ കയ്യിലുള്ള റിസ്റ്റ് ബാൻഡ് ഒന്ന് അണിയിച്ചു കൊടുക്കുവാണെങ്കിൽ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, ഞാൻ പറയുന്നത് അറ്റാക്കോ സ്ട്രോക്കോ വരികയില്ലെന്നല്ല, വന്നു കഴിഞ്ഞാൽ ഡെത്ത് സംഭവിക്കുന്നത് ഓക്സിജൻ ലെവൽ താന്നിട്ടാണ്. അപ്പം ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തി, അല്ലെ നമ്മുടെ തൊട്ട് മുമ്പിൽ ആർക്കെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ച് നമ്മുടെ കയ്യിലുള്ള റിസ്റ്റ് ബാൻഡ് ധരിപ്പിച്ചു കൊടുത്താൽ അവരെ എന്താണ് മരണത്തിൽ നിന്ന് അല്ലെ അവരെ കാഠിന്യം കുറയ്ക്കാനായിട്ട്, അല്ലെ അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് പോലും നമ്മുടെ റിസ്റ്റ് ബാൻഡ് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഞങ്ങളുടെ അനുഭവ സാക്ഷ്യമാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഒത്തിരി പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം തമ്പുരാൻ നമുക്ക് എന്താണ് ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ടല്ലേ, ആ സമയത്ത് നമുക്ക് പോകാം. പക്ഷെ ആയുസ് ഉള്ളിടത്തോളം കാലം ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി നമ്മളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഡു നോട്ട് യൂസ്. പ്രഗ്നന്റ് വുമൻസ്, അതായത് ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസ്, പേസ് മേക്കർ യൂസ് ചെയ്യുന്നവര്, അതുപോലെ ഇലക്ട്രോണിക് ഇൻസുലിൻ പമ്പ്സ് യൂസ് ചെയ്യുന്നവർക്കൊന്നും തന്നെ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു വസ്തുത. ഇനി ഇത് ഒത്തിരി രോഗങ്ങൾക്ക്, ഇത് ഞാൻ പറഞ്ഞു ഇതൊരു രോഗത്തിന്റെ മെഡിസിൻ അല്ല എന്ന് പറഞ്ഞു, എങ്കിൽ കൂടെ ഒട്ടനവധി ആൾക്കാർക്ക് ഒത്തിരിയും റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് രോഗവിവരങ്ങളെ പറ്റി റിസൾട്ട് കിട്ടുകയാണ് ഞാൻ പറയുന്നത്. വെരിക്കോസ് വെയിൻ ഹെവി റിസൾട്ട് ആണ്. മെൻസ്ട്രൽ ഡിസോർഡർ, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ യൂറിനറി ഡിസീസ്, തൈറോയിഡ്, മസിൽ പെയിൻ, ഹൈ ആൻഡ് ലോ ബി പി, ജോയിന്റ് പെയിൻ, ഡയബറ്റിക്, സ്ട്രെങ്ത് ആൻഡ് പവർ, സെക്ഷൽ ആയിട്ടുള്ള എല്ലാ എനർജി, ഇതൊക്കെ തന്നെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ബ്ലഡ് സർക്കുലേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ബോൺ ഫ്രാക്ചറിന്, ബോഡി സ്വെല്ലിങ്ങിന്, കൊളസ്ട്രോൾ പ്രോബ്ലംസിന്, പാരാലിസിസ്, സോറിയാസിസ് എന്നുവേണ്ട നിരവധി ക്യാൻസർ പ്രിവെന്റർ ആണ്. ബാക്ക് പെയിൻ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ, നമുക്ക് നല്ലൊരു ആന്റി ഏജിങ് കിട്ടാൻ, നമ്മളുടെ ബ്ലഡ് വെസൽസിനെയൊക്കെ ബ്ലോക്കേജുകൾ മാറ്റാൻ, കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ, ബോഡി ഫ്ലെക്സിബിൾ ആകാൻ, അതുപോലെ എന്താണ് ഒബിസിറ്റി, പൊണ്ണത്തടിക്ക് നല്ലതാണ്. അതുപോലെ റേഡിയേഷനിൽ നിന്ന് നമുക്ക് ഒത്തിരി റിസൾട്ടുകളാണ് നമുക്ക് ഈ ഒരു ചികിത്സാ രീതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനിയും നമ്മുടെ എന്താണ് ഈ ബെറ്റൂറിയം പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്ന അമേസിങ് റിസൾട്ടുകളാണ്. സോറിയാസിന് മോർ ബെറ്റർ ആണ്. അതുപോലെ നമ്മൾക്ക് എന്താണ് വെരിക്കോസ് വന്നിട്ട് കാലിന് വ്രണം വന്ന ഓരോരോ ആഴ്ചകളിലെയും ചേഞ്ചസ് ആണ്. നമുക്ക് ലാസ്റ്റ് അത് മുറിവ് ഉണങ്ങാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്കത് കണ്ടാൽ തന്നെ പേടിയാണ്. അതായത് മെഡിക്കൽ സെന്ററിൽ, ഹോസ്പിറ്റലുകളിൽ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലും നമുക്ക് ഇത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോ ഹെവി റിസൾട്ടുകളാണ്, സ്കിൻ ഡിസീസിന്റെ ഒക്കെ റിസൾട്ടുകളാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു കമ്പനിക്കും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനും MSME സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആയുഷ് മിനിസ്ട്രിയുടെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി എടുത്തു പറയേണ്ട ഒരു അംഗീകാരമാണ് ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് 2021 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് വേറൊരു ചികിത്സാ രീതിക്കും ഇന്ന് കിട്ടി, നമുക്ക് പ്രൗഡോടുകൂടി പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്ന് ലോകത്തിൽ നമ്പർ 1 ആയിട്ട് നമുക്ക് നിൽക്കുന്ന നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പിക്ക് മാത്രമാണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന അഭിമാനകരമായ അംഗീകാരങ്ങളാണ്. ഓക്കെ, ഇനി നാസ സയന്റിസ്റ്റ് അവർ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ അവരുടെ കോട്ടിലും ഷൂസിലും ഹെൽമെറ്റിലും ഒക്കെ തന്നെ നിയോഡീമിയം മാഗ്നറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു എർത്തിൽ മാത്രമാണ് ഈ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അല്ലേ ഉള്ളത്. വേറെ അന്യഗ്രഹങ്ങളിൽ ഒന്നും തന്നെ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം എന്ത് വേണം, അവരെയൊക്കെ അവരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവർ കൂടിയേ തീരുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ നമുക്ക് എന്താണ് ഗൂഗിളിനകത്തൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്താണ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ 0 സൈഡ് എഫക്റ്റ് ആണുള്ളത്. നമ്മൾ എന്തെങ്കിലും ഉള്ളിലേക്ക് കഴിച്ചോ? ഒന്നുമില്ല അല്ലെ. ഇതൊരു ചികിത്സാ രീതിയാണെന്ന് പറഞ്ഞു, പക്ഷെ എന്നും ഉള്ളിലേക്ക് കഴിക്കാനില്ല. അതുകൊണ്ട് തന്നെ 100% സേഫ് ആണ്. നമ്മളിത് എന്താണ് സൂക്ഷിച്ച് ഉപയോഗിക്കുവാണെങ്കിൽ ആസ് ഇറ്റ് ഈസ് സെയിം ബയോമാഗ്നറ്റിക് പവർ അപ് ടു 25 ഇയേഴ്സ്, അതായത് 25 വർഷത്തോളം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനോടകം എന്താ പറയുക ഒരു 35 ലക്ഷത്തിലധികം ഹാപ്പി കസ്റ്റമേഴ്സ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി നിരവധി VVIPs ഒക്കെ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് ഹാപ്പി ആവുന്നു. അതുപോലെ തന്നെ അവരൊക്കെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ
നമ്മളുടെ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി അല്ലെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ജെന്യൂനിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് അറിയാം. നമുക്കറിയാം ഹോണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശ്രീ നിതിൻ ഗഡ്കരി, അതുപോലെ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത് ശ്രീ ഭൂപേന്ദ്ര പട്ടേൽ, ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത് ഋഷികേശ് പട്ടേൽ, ഇവർ ഒരു ഹെൽത്ത് മിനിസ്റ്റർക്ക് ഇത് മേടിക്കുക, ഇതൊരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുക, ഒരു ചെറിയ കാര്യമല്ല എൻ്റെ പ്രിയമുള്ളവരെ. നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുക. ഇതിന്റെ ജെന്യൂനിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇത് മേടിക്കുകയും ഇതൊരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത് ഡോക്ടർ പ്രമോദ് സാവന്ത്, അങ്ങനെ നിരവധി ആൾക്കാർ, പ്രമുഖ വ്യക്തികൾ, മേനകാ ഗാന്ധി, അണ്ണാ ഹസാരെ, അങ്ങനെ ഒത്തിരി ആൾക്കാര് എന്താണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്യുന്ന ഫോട്ടോസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുരേഷ് ഗോപിയുടെ വൈഫ്, അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ ഹൈബി ഈഡൻ MLA, എന്താണ് നമ്മുടെ പുതുപ്പള്ളി MLA, ചാണ്ടി ഉമ്മൻ, ഫിലിം ആർട്ടിസ്റ്റ് ബീന ആന്റണി, മനോജ് കെൻ, അങ്ങനെ നിരവധി ഫിലിം ആർട്ടിസ്റ്റുകളും ഒക്കെ തന്നെ എല്ലാം നമ്മുടെ ഈ പ്രൊഡക്റ്റ് മേടിച്ചുപയോഗിക്കുന്നു. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രൊഡക്റ്റ് പ്രസന്റേഷൻ അറ്റ് കേരള പോലീസ് സ്റ്റേഷൻ. നമുക്ക് ധൈര്യമായിട്ട് എവിടെയും ആരുടെ മുന്നിലും നമുക്കിത് പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതിന്റെ തെളിവുകളാണ് ഇതൊക്കെ തന്നെ, ഇല്ലേ? ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ ഇത് കൊടുക്കുന്നു, അവരൊക്കെ ഇത് മേടിച്ച് ഉപയോഗിക്കുന്നു, ഇല്ലേ? അതായത് നാട് കാക്കുന്ന പോലീസും രാജ്യം കാക്കുന്ന പട്ടാളും അവരുടെ കയ്യിൽ എന്താ ഉള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മുടെ ബ്രേസ്ലെറ്റ് ആണ് കിടക്കുന്നത്. കാരണം അവരുടെയൊക്കെ ശരീരത്തിൽ എന്താണ് ഓടുന്നത്? ബ്ലഡ് ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ 6 മാസം ഞാൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരെ പറഞ്ഞു, അവര് മാറ്റി നിർത്തിയാൽ 6 മാസം പ്രായമുള്ള പൊടി കുഞ്ഞു തൊട്ട് മരണം വരെ ആരുടെയൊക്കെ ശരീരത്തിൽ ബ്ലഡ് ഓടുന്നുണ്ട് അവർക്കെല്ലാം അത്യാവശ്യം വേണ്ടുന്നതാണ്. ഇത് ഭൂമിയിൽ നിന്നാണ് കിട്ടേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു? അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇതൊരു ചികിത്സാ രീതിയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അലോപ്പതി ഡോക്ടർ എന്ത് ചെയ്യുക? ഒരു ഹോമിയോ അംഗീകരിക്കത്തില്ല, അല്ലേ? അവർ ചെയ്തിരിക്കുന്ന, അവർ പഠിച്ചിരിക്കുന്ന സിസ്റ്റം മാത്രമേ അവർ ഫോളോ ചെയ്യത്തുള്ളൂ. പക്ഷെ നിങ്ങളൊന്നും മനസ്സിലാക്കുക, ഡോക്ടേഴ്സ് ആർ യൂസിങ് അവർ പ്രൊഡക്റ്റ്. എല്ലാ ഡോക്ടേഴ്സും നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനുള്ള തെളിവുകളാണ് ഞാൻ ഈ ചിത്രത്തിലൂടെ കാണിക്കുന്നതൊക്കെ തന്നെ ഡോക്ടേഴ്സ് ആണ്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലായി. ഇതൊക്കെ ഞങ്ങൾ തന്നെ കൊടുത്തതാണ്, ഡോക്ടർമാർക്ക് കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. കണ്ടേ? നമുക്ക് ധൈര്യമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആരുടെ മുന്നിലും നമുക്ക് ധൈര്യമായിട്ട് നമുക്കിത് എല്ലാവരിലേക്കും പ്രശ്നം ചെയ്യും. ഇന്നിപ്പം നമ്മുടെ കൂടെ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. കാരണം എന്താണ്? ഇന്ന് മനുഷ്യ ശരീരത്തിൽ നമുക്ക് ഇത് അത്യാവശ്യം വേണ്ടുന്നൊരു കാര്യമാണെന്ന് എല്ലാവരും റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു അനുഭവം കിട്ടി, നമ്മളിത് വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മളിതൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചാലോ, നമ്മൾ കേൾക്കുന്ന എന്താണ്? എനിക്ക് ഒരു അസുഖമില്ല, അല്ലേ? ഇത് ഞാൻ എന്തിനാണ്, എനിക്ക് ഇതൊന്നും വേണ്ട, അല്ലെ? ഞാൻ ഇതിന് ഉപയോഗിക്കേണ്ട യാതൊരു കാര്യമില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മളിത് പലരും കേൾക്കാറുണ്ട്, അല്ലെ? നമുക്ക് കിട്ടിയ ഒരു അനുഭവം നമ്മളത് നമ്മുടെ ഫ്രണ്ട്സിലേക്കോ അല്ലെ റിലേറ്റീവിലേക്കോ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ കേട്ടിരിക്കുന്നതാണ്, അല്ലെ? ഒരു അസുഖവും ഇല്ല എന്ന്. പക്ഷെ ഇതൊന്നും നിങ്ങളൊന്നും മനസ്സിലാക്കുക. കന്നഡ നടൻ പുനീത് രാജ്കുമാർ പെട്ടെന്നുള്ള മരണം എങ്ങനെയാണ്? എന്താണ്? കുഴഞ്ഞു വീണിട്ടാണ്. അതുപോലെ വിനോദയാത്രക്കിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിക്കുന്നു, വിദ്യാർത്ഥി സ്കൂൾ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണ് മരിക്കും. ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് കൂടുതലും കാണാനായിട്ട് തുടങ്ങിയത്? കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷമാണ്. നമ്മുടെ കോവിഡ് വാക്സിനേഷൻ എടുത്തതിന്റെ സൈഡ് എഫക്റ്റ് ആണ് പ്രായഭേദമന്യേ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യ ശരീരത്തിന് ഇന്ന് യാതൊരുവിധ വിലയും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുക. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷമാണ് ഇതൊക്കെ തന്നെ കൂടുതൽ കാണാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, ഇനി ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയേ. നല്ലൊരു ബോഡി ബിൽഡർ ആണ്, അല്ലേ? മിസ്റ്റർ തമിഴ്നാട് വിജയ്. ഹൃദയാഘാതം മൂലമാണ് 30ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. കാരണം നമ്മൾ ഓർക്കും നല്ല ജിമ്മിൽ പോയാൽ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം ഒക്കെ. ഇവിടെ ഒക്കെ നമ്മളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി അല്ലെങ്കിൽ ഈ ഒരു എർത്ത് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓക്സിജൻ ലെവലിലൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നമ്മുടെ അനുഭവങ്ങൾ ഇതൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെയൊന്നും അവിടെ ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇനി നമ്മൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാഘാതം സംഭവിച്ചു, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി, നമുക്ക് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് തരികയാണ്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എടുത്ത് വലിക്കുക. നമ്മള് ശ്വാസം വലിച്ചെങ്കിൽ മാത്രമേ ആ ഓക്സിജൻ മാസ്ക് കൊണ്ട് പ്രയോജനമുള്ളൂ. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുക, ഈ യാതൊരുവിധ എഫേർട്ടും ഇല്ലാതെ നമുക്ക് ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി
അല്ലെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നത് നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഇതൊക്കെ തന്നെ വിളിച്ചു പറയും. കാരണം നമ്മുടെയൊക്കെ കൺമുമ്പിൽ ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് അവരെയൊക്കെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പിക്ചറിലേക്ക് നോക്കിയേ. പ്രമുഖ കാർഡിയോളജിസ്റ്റ് ആണ് ഗൗരവ് ഗാന്ധി. അദ്ദേഹം ഒരു എന്താ പറയണ്ടേ 16,000-ലധികം ഹേർട്ട് ഓപ്പൺ സർജറി നടത്തിയ ഡോക്ടറാണ്. അദ്ദേഹവും 41-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയമുള്ളവരെ, മരണം നമുക്ക് ഉണ്ട്. പക്ഷേ നമ്മളുടെ ഈ ഒരു മനുഷ്യ ശരീരം നമ്മുടെ അറിവില്ലായ്മ മൂലം നമ്മളത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അശ്രദ്ധ മൂലം ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഈ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ അത്രയും നമ്മൾ ഹേർട്ടിനെ പഠിച്ചിട്ടുണ്ടോ അല്ലെ? ആ ഒരു ഹൃദയത്തിന്റെ സ്പന്ദനം പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് മുമ്പേ ഈ ലോകത്തോട് വിട പറഞ്ഞു. കാരണം എന്താണ്? നമ്മളൊക്കെ ഒന്നും മനസ്സിലാക്കി വെക്കത്തുള്ളൂ. പണ്ട് കാലം പോലല്ല. ഇന്ന് കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം നമുക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്നാണ് ഞാൻ ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പിയായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ കമ്പനിയിൽ മറ്റു ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. ഈ ഒരു ചികിത്സാ രീതിയായിട്ട്